രാഹുൽ സുരേഷിലേക്ക് പോകാൻ. രാഹുൽ, ഇപ്പോൾ ഈ സമീർ ഇപ്പോൾ വിംസിന്റെ മുമ്പിൽ നിന്ന് ഒരു പ്രതികരണം എടുത്തു, നേരത്തെ രാഹുലും എടുത്തു. അതനുസരിച്ചാണെങ്കിൽ നിലമ്പൂർ ആശുപത്രിയിൽ ചിലരുടെ മൃതദേഹം ഉണ്ട് എന്ന വാർത്ത അത് ഇവിടെ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടു കിട്ടാത്തവർ നിലമ്പൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അത്രയും ദൂരം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ നിലമ്പൂരിലുള്ളവരുടെ മൃതദേഹങ്ങളും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഇവിടെ ഏകോപിപ്പിച്ചുകൊണ്ടൊരു രീതി സംവിധാനം ചെയ്യാൻ സാധ്യമാകുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? സുഹേൽ, ഇത് തന്നെയാണ് നിലവിലെ ഒരു ആശങ്ക ആയി തുടരുന്നത്. അതായത് നിലമ്പൂരിൽ മുപ്പതോളം ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല 20-ലധികം ആളുകളുടെ വിവിധ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 50ഓളം ആളുകൾ അവിടെ ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇവിടെ നിന്നും ഈ മേപ്പാടിയിൽ നിന്നും 100 കിലോമീറ്ററോളം ഉണ്ട് ഈ അവിടേക്ക് എത്താനായി, നിലമ്പൂരിലേക്ക് എത്താനായി. അപ്പോൾ ഇവിടെ നിന്നും അവിടേക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പകരം ആ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിക്കണമെന്നൊരു ആവശ്യമാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇതിൽ ആരോഗ്യ വകുപ്പിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. അവർക്ക് ചില സംശയങ്ങളുണ്ട്. തങ്ങളുടെ ബന്ധുക്കൾ ആ 30 പേരിൽ ഉണ്ടോ എന്ന സംശയമുണ്ട്. പക്ഷേ അവിടെ നേരിട്ട് പോകുന്നതിനൊരു ബുദ്ധിമുട്ട് അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ നടന്ന അപകടമായതുകൊണ്ട് തന്നെ ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പോലീസുമായും ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ എത്തി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ മൃതദേഹങ്ങൾ വിട്ടയക്കാൻ സാധിക്കൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ യാതൊരു വഴിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നും ആളുകൾ ഇനി നിലമ്പൂരിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ രാത്രിയിൽ എത്തുകയാണ്. എത്ര നേരമാണ് സുഹൈൽ ഇതുപോലെ തന്റെ ഉച്ചവരെ കാത്തിരിക്കുന്നത്? അവിടെ ആ 30 പേരിൽ ഒരാൾ തന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആണ് എന്ന ഒരു ആത്മവിശ്വാസം ചിലപ്പോൾ അവർക്ക് ഉണ്ടാകുമായിരിക്കാം. ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന ഒരു ഉറപ്പ് പോലും ഇപ്പോഴും പലർക്കുമില്ല. അങ്ങനെ ഘട്ടങ്ങളിലൂടെയാണ് മേപ്പാടിയിലെ ഇവിടുത്തെ വയനാട്ടിലെ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടുത്തെ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ വെട്ടത്തിന്റെ ഉൾപ്പെടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ച് മുഴുവൻ സേനാംഗങ്ങളും ഉടൻ തന്നെ അവിടെ നിന്നും മടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടകം കണ്ടെത്തിയ 10-ലധികം മൃതദേഹങ്ങൾ ഇനിയും ഇപ്പോൾ നമ്മൾ ഉള്ള മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുണ്ട്. ആംബുലൻസുകളുടെ സഹായത്തോടെ ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആംബുലൻസുകൾ വരാനായി 100 കണക്കിന് ആളുകളാണ് ഇപ്പോഴും ഈ ആശുപത്രിയിൽ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഈ രാത്രിയിലും കാത്തു നിൽക്കുന്നത്. രാഹുൽ, അതില് ഇപ്പോ നമ്മളോട് സംസാരിച്ച ഒരു കുടുംബം, ഹംസ, മറിയം, ഹസിൻ എന്നിവരെ അന്വേഷിച്ച് വന്നവരാണ് അവർ പറഞ്ഞൊരു കാര്യം, ഈ ഹംസ, മറിയം, ഹസിൻ ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല രാവിലെ തൊട്ടെന്നാണ്. ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്ത്, ഈ പറയുന്ന ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്തിന് താഴെ ഒരു പുഞ്ചിരി എസ്റ്റേറ്റ് ഉണ്ട്, അവിടെയാണ് ഇവരുടെ താമസം എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഭാഗത്തേക്കൊന്നും ഇതുവരെ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഇത് നമ്മൾ ഉച്ച മുതൽ കേൾക്കുന്നുണ്ട്. ഈ മേപ്പാടിയിലെ പല മേഖലകളിലേക്കും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല, അത് അറിയാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളോട്ടുണ്ട്, ഉൾഭാഗത്തേക്കുണ്ട് എന്ന വിവരങ്ങൾ നമുക്കറിയുന്ന പല സുഹൃത്തുക്കളും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് അധികൃതർ ഇടപെടുന്നത്? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ട്? ഇപ്പോൾ എന്തായാലും ഇനി രക്ഷാപ്രവർത്തനം ഈ സമയത്ത് നടപ്പില്ല, അത് രാവിലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഏത് രീതിയിലാണ് ഈ രക്ഷാപ്രവർത്തനം ഉണ്ടാവുക? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അധികൃതർ നൽകുന്നുണ്ടോ? ഫ്രിജിൻ, കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ നാളെ അതിരാവിലെ തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കും എന്ന വിവരങ്ങൾ കൂടിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ തന്നെ അത് ഈ കാര്യങ്ങൾ, ഫ്രിജിൻ സൂചിപ്പിച്ച കാര്യങ്ങൾ അധികൃതരെ ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഉൾ മേഖലകളിലേക്ക് ഇപ്പോഴും ഈ രക്ഷാദൗത്യ സംഘത്തിന് എത്താൻ എന്നതാണ് എടുത്തു പറയേണ്ടത്. രാവിലെ ഈ പാലം നിർമ്മിക്കുന്ന ഉൾപ്പെടെ നടപടികളായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല പുഴയിൽ അതിശക്തമായ നീരൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കുന്നതിന് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇന്ന് വൈകിട്ടാണ് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ ആളുകളെ, അവിടെ കുടുങ്ങിക്കിടന്ന കുറച്ച് ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനിയും ആളുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അത് മാത്രമല്ല ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്നും ഇവിടുന്ന് ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് വൈകിട്ടാണെങ്കിൽ കൂടി നിസ്സാര പരിക്കുകളോടെ ചെളിയിൽ നിന്നും കണ്ടെത്തിയ സംഭവങ്ങൾ കൂടിയുണ്ട്. പക്ഷേ ഈ രാത്രിയാണ് അവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ വെട്ടം അവിടെ വൈദ്യുതി അവിടെ പുനഃസ്ഥാപിക്കുന്നതിന് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് നിവൃത്തികെട്ടാണ് രക്ഷാപ്രവർത്തകർ ഈ രാത്രിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. മറ്റു മാർഗങ്ങളില്ല എന്ന് തന്നെയാണ് സേന ഉൾപ്പെടെയുള്ള ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ നാളെ അതിരാവിലെ തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കും. നേരിയ ആശങ്ക ഇപ്പോഴും
നമ്മളിപ്പോൾ ഉള്ള മേപ്പാടിയിൽ ഉൾപ്പെടെ മഴ തുടരുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറായി അത്യാവശ്യം ഭേദപ്പെട്ട മഴ തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ആളുകൾക്ക് ഒരു പരിധിവരെ ആശങ്കയായി മാറുന്നുണ്ട്. എന്താണെങ്കിലും ഉച്ചവരെ തേടി നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ തുടരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കണക്ക് മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 71 മൃതദേഹങ്ങളാണ് ഇന്ന് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അതിൽ 36 പുരുഷന്മാരാണ്, 35 സ്ത്രീകളാണ്. 58 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ആകെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെയും വിംസ് ആശുപത്രിയിലെയും മറ്റ് താലൂക്ക് ആശുപത്രികളിലെയും ഉൾപ്പെടെ 75 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടം നടപടികളും ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങാത്ത പക്ഷം തൊട്ടപ്പുറത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിലെ ഫ്രീസറിന്റെ സഹായത്തോടെയുള്ള ഇടങ്ങളിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. ദൂരെ നിന്ന് ഉൾപ്പെടെ ആളുകൾ ഇപ്പോഴും രാഹുൽ സുരേഷ് പറഞ്ഞതുപോലെ ഇപ്പോഴും പ്രിയപ്പെട്ടവരെ തേടി ആശുപത്രികളിലേക്ക് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക.